ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലത്തെ വീടിരിക്കലിൻ്റെ ചെറിയൊരു വീഡിയോസ് ഷോർട്സ് ആയിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വീഡിയോ ആണ്, കുറച്ച് ലേറ്റ് ആയെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ പാലുകാച്ചിലെല്ലാം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. രാവിലത്തെ മോർണിംഗിലുള്ള ചെറിയ പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് പോയി കയറി കാണണേ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കാലത്ത് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേനും ഇതാ നമ്മുടെ ഗസ്റ്റുകൾ വന്നു തുടങ്ങി കേട്ടോ. ഇത് ഞങ്ങളുടെ ചങ്കാണ് കേട്ടോ, ഞങ്ങളുടെ കൂടപ്പിറപ്പ് പോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. പിന്നെ കുറച്ച് നെയ്ബേഴ്സും ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. മക്കളെല്ലാം റെഡിയാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൂടുതൽ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, കഷ്ടപ്പാട് എല്ലാ വീടുകൾക്കും കഷ്ടപ്പാടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കുറച്ചും കൂടി അധികം സ്ട്രഗിൾ ചെയ്ത ഒരു എൻ്റെ സിസ്റ്ററാണ്, അവളുടെ വീടിരിക്കലാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഇനി നമ്മളെ എല്ലാവരും വരുമ്പോഴേക്കുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മക്കളൊക്കെ എൻ്റെ ഹിബുമോൾ ആകെ ജഗ പുകയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ ലഹളടിച്ചിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ അവിടെ ഇരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഞങ്ങളുടെ മോളാണ് കേട്ടോ. മിക്കവാറും വീഡിയോസിൽ ഞാൻ വീട്ടിൽ പോകുമ്പോഴുള്ള വീഡിയോസിലൊക്കെ ഈ മോളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് പഴയ വീഡിയോസിലൊക്കെയാണ്. പിന്നെ ഇവർ ഞാൻ ക്യാമറ കൊണ്ടപ്പോൾ ഒക്കെ മുഖം മൂടാൻ തുടങ്ങിയിട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു മുഖം മൂടിയ ബോറാവുന്ന പറഞ്ഞു. പിന്നെ അങ്ങനെ എന്തായാലും മോൾ ടാങ്ക് കുടിക്കലും ഇതാ നമ്മുടെ ഇതാ ഷുട്ടർ എന്ന് പറയും നമ്മളിട്ടോ. ഒരു കൂടപ്പുറപ്പ് പോലെ തന്നെയാണ്. ടാങ്ക് എന്താ പറയുക, ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഫാമിലിയാണ്. എൻ്റെ ബ്രദറും സിസ്റ്ററും എന്നൊക്കെ പറയാം. ഇതാ ആള് ഇതാ കില്ലാന ഭയങ്കര ലഹളടിക്കണ ഒരു മോനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ വലിയ മെയിനായിട്ട് കയറിയിരിക്കാൻ മടിയിലിട്ടോ. ആള് കുറച്ച് കുസൃതിയാണ്. പക്ഷെ കുട്ടികളൊക്കെ ഒന്ന് വീഴ്ത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആള് ഒട്ടും വഴങ്ങണില്ല. ഇപ്പൊ ഭയങ്കര വലിയ ആളായിട്ട് അമ്മയുടെ മടിയിലിരിക്കണം. അമ്മയുടെ മടിയിൽ നിന്ന് പോകുന്ന ആളുടെ ഭാവം മാറും കേട്ടോ. ഹലോ 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 കാത്തിക്ക് ഹലോ എടുത്ത ഷോ ഒരു ടാറ്റ കാണിക്ക്. പറയൂ. സിംഹത്തിന്റെ ഗുഹയല്ല, ഗുഹ. പറയൂ. ഇത് എത്ര തുടച്ചാലും മതിയാവില്ല. ഇതൊക്കെ നോക്കി രണ്ടു പേർക്ക് പറയും. നോക്ക്, ഇവളെ എടുത്തിട്ടുള്ളത് എവിടേക്ക് ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കൂടെ പെറുപ്പേളും കുറച്ച് നെയ്ബേഴ്സും ചേർന്ന ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. ഇത് തീരില്ലല്ലോ. മിണ്ടരുത്. ഇത് വേണോ? കൊടുത്തു വെക്കാം. ഇങ്ങനെ സൂമാണല്ലേ? ഞാൻ ആക്കിയതാ. ഹലോ കൊടുക്കും. തോന്നണം കേട്ടോ. ഹലോ കൊടുത്ത ഹലോ ഹലോ ഒരാൾ ചോദിക്കാം. അങ്ങനെ നല്ല മൂടായപ്പോൾ മോന് നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ ബ്രദറിന്റെ മക്കളാണ് കേട്ടോ. അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് സൈഡായിട്ട് ഫോണൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം നമ്മുടെ കുട്ടി ഗാങ്ങളും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്ത ക്യാമറയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പാളിപ്പോയതുകൊണ്ട് തന്നെ കളർ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ റെഡിഷ് കളറായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണ്. ഞാൻ അടുത്തത് ഒന്ന് എന്താ പറയുക മിസ്റ്റേക്ക് വന്നതാണ്. അങ്ങനെ ഇതാ നമ്മളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ആങ്ങളും ഇക്കും കൂടി കഴിക്കാണ്ട് കേട്ടോ. അങ്ങനെ അവർ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഉച്ചത്തെ ലഞ്ചിൻ്റെ ആ ഒരു രീതി നമ്മുടെ കംപ്ലീറ്റ് ആവും കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം നല്ല രീതിക്ക് തന്നെ നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വൈകിട്ടാകുമ്പോൾ ഇതാ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ഗ്യാസ് അടുപ്പും മിസ്തിരി പെട്ടി അവൾക്ക് അത്യാവശ്യം എന്താ പറയുക കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ കൂടുതലും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം പോകാൻ നിൽക്കണമെങ്കിൽ മുന്നേ തന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് പിന്നെ കുറേ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇഷ്ടമായില്ലാണ് സപ്പോർട്ട്